വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അധികം മസാലക്കുത്തുകളൊന്നും ഇല്ലാത്തതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ബട്ടർ ഗാർലിക് പെപ്പർ മഷ്റൂമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. 1/2 കിലോ മഷ്റൂമാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. ഇനി മഷ്റൂം കഴുകിയെടുക്കാം. നാടൻ മഷ്റൂം പോലെ ഇതിൻ്റെ പുറത്തെ സ്കിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് കഴുകിയെടുക്കാനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കുറച്ചു നേരം ഇങ്ങനെ തന്നെ വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. ഇതല്ലാതെ ഗോതമ്പ് പൊടി ഉപ്പ് ഇട്ട് കഴുകിയാലും മതി. അങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വഴുവഴുപ്പൊക്കെ പോയി നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. മഞ്ഞളും ഉപ്പും ഇട്ടതിന് ശേഷം കൂണും നികക്കെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലെന്തെങ്കിലും വിഷാംശമോ പുഴുക്കളോ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട് മഞ്ഞളും ഉപ്പും നല്ലതാണ്. ഇത് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി വേണം. ഞാനിതിപ്പോൾ ഒരു വലിയ ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് പൊടി പൊടിയായി തന്നെ അരിഞ്ഞെടുക്കണം. കൂണ് മഞ്ഞളിട്ട് വെച്ച വെള്ളത്തിൽ നിന്ന് നന്നായി കഴുകി ഹോളുള്ള പാത്രത്തിൽ കുറച്ചു നേരം വെച്ച് വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പം 2ആയിട്ട് കീറിയോ അല്ലെങ്കിൽ 4ആയിട്ട് കീറിയോ നമുക്കിഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. കൂണ് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെന്ത് വരുമ്പോഴേക്കും കുഴഞ്ഞു പോകും. ഞാനിതിപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ബട്ടർ ഉരുകിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ തീ കുറച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെളുത്തുള്ളി മൂപ്പിക്കാം. വെളുത്തുള്ളി ഒത്തിരി മൂത്തൊന്നും പോകണ്ട. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായി ഒന്ന് മാറിയാൽ മാത്രം മതി. ഇപ്പം ബട്ടറിൽ കിടന്ന് വെളുത്തുള്ളി മൂത്ത് വരുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം വെളുത്തുള്ളിയുടെ കളറ് ചെറുതായി മാറി വരുന്നുണ്ട്. ഇത്രയായാൽ മതി. ഇനിയും വലിയ 3 സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉള്ളി കുറച്ച് നല്ലോണക്ക് ചേർക്കുന്നത് നല്ല രുചിയാണ്. ഇനി ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉള്ളി നന്നായി വഴണ്ടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മഷ്റൂമിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നോളും. ഇനി ഈ മഷ്റൂം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ മഷ്റൂമിന് അധികം വേവൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൽ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും മഷ്റൂമും വെന്ത് കിട്ടും. കൂണ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം വേവിക്കാൻ. ഇപ്പം ഇത് വെന്ത് വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബാക്കി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്ന കുരുമുളക് പൊടി തരിതരാന്ന് പൊടിച്ച കുരുമുളക് പൊടിയായിരിക്കണം. കുരുമുളക് പൊടിയുടെ എരിവായിരിക്കണം ഇതിൽ മുമ്പിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി 1 കഷ്ണം ബട്ടറും ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനം ബട്ടർ ഇതുപോലെ ചേർക്കുമ്പോൾ ബട്ടർ ഗാർലിക് മഷ്റൂമിന് ബട്ടറിന്റെ നല്ലൊരു മണവും രുചിയും ആ കുരുമുളകിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല രുചിയായിരിക്കും. പിന്നെ കുറച്ച് മല്ലിയില മുകളിലൂടെ വിതറി കൊടുക്കാം. പിന്നെ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള മഷ്റൂമിൽ പ്രോട്ടീനും അമിനോ ആസിഡുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയാരോഗ്യത്തിനും ചർമ്മത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി കൂട്ടാനും ഇതുകൂടാതെ വിറ്റാമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മഷ്റൂം. മഷ്റൂം ആഴ്ചയിൽ 1-2 തവണ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.